2024 നവംബർ മാസം 23 ബാംഗ്ലൂരിലെ ഇന്ദിരാനഗറിലെ റോയൽ ഹോട്ടലിനുള്ളിലേക്ക് രണ്ട് യുവാക്കൾ അകത്തേക്ക് കയറി വരുന്നു. ഏകദേശം 12:30 ഇരുവരും ആ ഹോട്ടലിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ എത്തിയ ശേഷം അവർ ഒരു മുറി ബുക്ക് ചെയ്യുന്നു. ഈ ഒരു ഫുട്ടേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അവർ വളരെ സന്തോഷത്തിലാണ്. ചെക്ക് ഇൻ നടപടികളെല്ലാം നടക്കുകയാണ്. അതിലുണ്ടായിരുന്ന ആ ഒരു യുവാവ് തൻ്റെ കാർഡ് കൊടുത്ത് പണം അടയ്ക്കുന്നു. കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി സോഫയിൽ അല്പസമയം ഇരിക്കുന്നു. ID കാർഡ് കൊടുത്ത് അവരുടെ വിശദാംശങ്ങളെല്ലാം പരിശോധിച്ച് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഇരുവരും അവരുടെ മുറിയിലേക്ക് പോകുന്നു. ഒരു ദിവസത്തേക്കായിരുന്നു അവർ ആ മുറി വാടകയ്ക്കെടുത്തത്. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു. ചെക്ക് സമയമായപ്പോൾ ആ ഹോട്ടൽ ജീവനക്കാർ അയാളെ വിളിച്ച് ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ആ സമയം അവൻ പറഞ്ഞത്, ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് നൽകാമോ എന്ന്. സാധാരണ താമസിക്കാൻ വരുന്നവർ ഇങ്ങനെ പറയുന്നതൊക്കെ പതിവാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അപ്പോയിന്റ്മെന്റ്സ് ഒന്നും അവർക്ക് ഇല്ലാത്തത് കൊണ്ട് ഒരു ദിവസം കൂടെ നൽകാമെന്നും അവർ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ചെക്ക് സമയമായപ്പോൾ ഹോട്ടൽ ജീവനക്കാർ വീണ്ടും അയാളെ വിളിച്ചു. അയാൾ പഴയ കാര്യം തന്നെ വീണ്ടും പറയാൻ തുടങ്ങി, ഒരു ദിവസം കൂടെ നൽകണമെന്ന്. ആവശ്യമാണെങ്കിൽ വീണ്ടും എക്സ്ട്രാ പണമടയ്ക്കാനും തയ്യാറാണെന്ന് പറഞ്ഞു. ഹോട്ടൽ ജീവനക്കാർ അതിനും സമ്മതിച്ചു. അങ്ങനെ നവംബർ മാസം 26 അന്നത്തെ ദിവസമായിരുന്നു അവൻ ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. പക്ഷേ രാവിലെ ഒരു 8:30 അവൻ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് പോകുന്നതായിരുന്നു ജീവനക്കാർ കണ്ടത്. അവൻ ഫോണിൽ എന്തോ വല്ലാത്ത തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഹോട്ടൽ ജീവനക്കാർ അവൻ ഒരു പക്ഷേ പോയി തിരികെ വരും എന്ന് വിചാരിച്ച് കാത്തിരുന്നു. പക്ഷെ കൂടെ ആ ഒരു പെൺകുട്ടി ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞു. 12:15. ഈ സമയം ഹോട്ടൽ ജീവനക്കാർ ചെക്ക് ചെയ്യാനായി ആ മുറിയിലെ ലാൻഡ് ലൈനിലേക്ക് വിളിച്ചു. ആ സമയം കോൾ ആരും അറ്റൻഡ് ചെയ്തില്ല. ഉടൻ തന്നെ അവരുടെ രജിസ്റ്ററിലുണ്ടായിരുന്ന ആ മൊബൈൽ നമ്പറിലേക്ക്, അതായത് ആ യുവാവിന്റെ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇപ്പോൾ ഹോട്ടൽ ജീവനക്കാർക്ക് എന്തോ സംശയം തോന്നി. അവർ ആ മുറിയെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. അവിടെ എത്തി ആ മുറിയുടെ കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ മുട്ടാൻ തുടങ്ങി. പക്ഷേ യാതൊരു മറുപടി ലഭിച്ചില്ല. ഒരല്പസമയം അവരവിടെ കാത്തിരുന്നു. വീണ്ടും കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ മുട്ടി നോക്കി. എന്തുകൊണ്ട് വാതിൽ തുറക്കുന്നില്ല എന്ന് അവർക്ക് തന്നെ ഒരു സംശയം തോന്നി. അവർ അത്ഭുതപ്പെട്ട് അങ്ങനെ നിന്നു. ഒരല്പസമയം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ആ വാതിൽ പൂട്ടിയിട്ടില്ല, അത് തുറന്നു കിടക്കുകയായിരുന്നു. ഉടനെ ആ വാതിൽ തുറന്ന് അവർ അകത്തേക്ക് കടന്നു. അകത്ത് കടന്ന ഉടൻ തന്നെ വല്ലാത്ത ദുർഗന്ധം വരാൻ തുടങ്ങി. അവർ വായും മൂക്കും പൊത്തി അകത്തേക്ക് പോകുമ്പോൾ ഉള്ളിലെ കാഴ്ച അവരെ കൊണ്ട് വിശ്വസിക്കാനേ സാധിച്ചില്ല. വാസ്തവത്തിൽ അവിടെ ഉണ്ടായിരുന്ന കിടക്കയിൽ പെൺകുട്ടിയുടെ രക്തം പുരണ്ട ശരീരം കിടക്കുകയായിരുന്നു. ശരീരത്തിൽ ഉടനീളം മുറിവുകളുണ്ട്. രക്തം ഒരുപാട് പോയിട്ടുണ്ട്. ആ മുറിയിലാണെങ്കിൽ എവിടെ നോക്കിയാലും രക്തമാണ്. ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ വസ്ത്രവുമില്ല. ഈ ഒരു ദൃശ്യം കണ്ടപ്പോൾ സത്യത്തിൽ ആ ഹോട്ടൽ ജീവനക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഒരല്പസമയം അവരങ്ങനെ സ്തംഭിച്ചു പോയി. 2 ദിവസം മുൻപ് യുവാവിന്റെ കൂടെ വന്ന അതേ പെൺകുട്ടിയാണ് ഈ മരിച്ചു കിടക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. പെട്ടെന്ന് ഭയന്നുകൊണ്ട് ഹോട്ടൽ മാനേജറോട് ഈ കാര്യം അറിയിച്ചു. ഹോട്ടൽ മാനേജർ ഈ മുഴുവൻ വിവരവും പോലീസിനെ വിളിച്ചറിയിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പോലീസും മാധ്യമ പ്രവർത്തകരും ആ ഹോട്ടലിന് മുൻപിൽ തടിച്ചുകൂടാൻ തുടങ്ങി. പോലീസുകാർ വന്ന് ഡെഡ് ബോഡി പുറത്തേക്കെടുത്തു. തെളിവുകളെല്ലാം ശേഖരിച്ച് ഫോറൻസിക് ലാബിലേക്ക് കൊണ്ടുപോയി. ആ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാനും അയച്ചു. മറുവശത്ത് പോലീസ് അവരുടെ അന്വേഷണം ആരംഭിച്ചു. വളരെ സെൻസിറ്റീവായ ഒരു കേസാണിതെന്ന് മനസ്സിലായി. ആദ്യം CCTV ദൃശ്യങ്ങളെ ലക്ഷ്യമാക്കി അന്വേഷണം ആരംഭിച്ചു. ഹോട്ടലിനുള്ളിലെയും പുറത്തും ആ തെരുവീഥികളിലെ എല്ലാ CCTVയും അവർ പരിശോധിക്കാൻ തുടങ്ങി. അതിൽ ഈ മരിച്ച പെൺകുട്ടിയുടെ കൂടെ ഒരു യുവാവ് ഹോട്ടലിനുള്ളിലേക്ക് കയറുന്നത് അവർ കണ്ടിരുന്നു. അവർ മുറിയിലേക്ക് പോകുന്നത് എല്ലാം കണ്ടിരുന്നു. പക്ഷെ അതിനുശേഷം ആ പെൺകുട്ടിയെ ജീവനോടുകൂടി ആരും കണ്ടിട്ടില്ല. അതായത് ആ പെൺകുട്ടി ചെക്ക് ഇൻ ആയതിനു ശേഷം അവൾ ആ മുറി വിട്ട് പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ ഇതിനിടെ കൂടെ ഉണ്ടായിരുന്ന യുവാവ് 1-2 തവണ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോവുകയും തിരികെ മുറിയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പോലീസ് ഉടൻ തന്നെ അവരുടെ ആ മുറി പരിശോധിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ഒരു ഫോണും ID കാർഡും ലഭിച്ചു. ID പ്രൂഫ് വെച്ചുകൊണ്ട് മരിച്ച പെൺകുട്ടിയുടെ പേര് മായ ഗോഗോയ് ദേഗ എന്ന് മനസ്സിലായി. ഹോട്ടലിലെ രജിസ്റ്റർ ബുക്കിൽ നിന്നും കൂടെ വന്ന യുവാവിന്റെ പേര് ആരോ ഹനോ എന്ന് മനസ്സിലായി. അതിൽ നിന്നും അവന്റെ മൊബൈൽ നമ്പറും അവർക്ക് ലഭിച്ചു. ഇപ്പൊ പോലീസുകാർക്ക് കേസ് അന്വേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു ചെറിയ ക്ലൂ ലഭിച്ചു. കാരണം മൊബൈൽ നമ്പർ ലഭിച്ചിട്ടുണ്ട്. ഈ നമ്പർ ട്രേസ് ചെയ്താൽ അവൻ എവിടെ പോയി എന്നുള്ളത് അറിയാൻ സാധിക്കും. അങ്ങനെ പരിശോധിച്ചപ്പോൾ അവൻ ആ ഹോട്ടലിൽ നിന്നും ഇറങ്ങിയ ഉടനെ അവന്റെ മൊബൈൽ ഫോണിൽ നിന്നും ഒരു ക്യാബ് ബുക്ക് ചെയ്തിരുന്നു. മൊബൈലിലുള്ള ഒരു ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. ഉടൻ തന്നെ പോലീസുകാർ ആ ക്യാബ് ഡ്രൈവറെ അന്വേഷിക്കുന്നു. അയാളെ കണ്ടെത്തുകയും ചെയ്തു. അയാളോട് കാര്യങ്ങൾ അന്വേഷിച്ചു.
ആ യുവാവിനെ എവിടെയാണ് ഇറക്കി വിട്ടതെന്ന് ചോദിച്ചപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണെന്ന് അയാൾ പറഞ്ഞു. പക്ഷെ ക്യാബ് ബുക്ക് ചെയ്തതിനു ശേഷം അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അതുകൊണ്ട് അതിനുശേഷമുള്ള ലൊക്കേഷൻസ് പോലീസിന് ട്രേസ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ അവന്റെ ഫോൺ ഓൺ ആകുന്നത് വരെയും പോലീസ് കാത്തിരുന്നു. ഇതിനിടയിൽ ഈ മരിച്ച പെൺകുട്ടിക്കും ഇവനും ഇടയിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ പോലീസ് കണ്ടെത്താൻ തുടങ്ങി. 19 വയസ്സുള്ള യൂട്യൂബ് വ്ലോഗറായ മായ 2021 ബാംഗ്ലൂരിലേക്ക് വന്നു. അത് കർശനമായ ലോക്ക്ഡൌൺ സമയമായിരുന്നു. അതിൽ നിന്നെല്ലാം അവൾ കരകയറാൻ ശ്രമിക്കുകയായിരുന്നു. അവൾ തന്റെ സഹോദരിക്കൊപ്പമായിരുന്നു ബാംഗ്ലൂരിൽ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചത്. സോഷ്യൽ മീഡിയയിലും അവൾ സജീവയായിരുന്നു. യൂട്യൂബിൽ അവളുടെ പേരിൽ തന്നെ ഒരു ചാനൽ തുടങ്ങുകയും വ്ളോഗുകൾ വഴി തന്റെ ജീവിതം പങ്കിടാനും തുടങ്ങി. അതേസമയം അവൾ ഒരു വിദ്യാഭ്യാസ കൺസൾട്ടൻസിയിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മായ 21 വയസ്സുള്ള ആരവിനെ പരിചയപ്പെടുന്നത്. ആരവ് കേരളത്തിലെ കണ്ണൂർ സ്വദേശിയാണ്. ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം പൂർത്തിയാക്കി ചില മാസങ്ങൾക്ക് മുൻപായിരുന്നു അവൻ ബാംഗ്ലൂരിലെത്തിയത്. അവൻ ഒരു സ്റ്റുഡന്റ് കൗൺസിലറായി ജോലി ചെയ്യുന്നു. ഇവർ രണ്ടുപേരും ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെടുന്നു. രണ്ടുപേരും ബാംഗ്ലൂരിലുള്ളവരായതുകൊണ്ട് തന്നെ ഇവരുടെ ഈ സാധാരണ ഓൺലൈൻ ഇടപെടലുകളെല്ലാം പിന്നീട് ചാറ്റിംഗ് ആയി മാറാൻ തുടങ്ങി. ലളിതമായ ഒരു ഓൺലൈൻ സൗഹൃദം എന്ന നിലയിലായിരുന്നു ഇത് തുടക്കത്തിൽ ആരംഭിച്ചത്. എന്നാൽ താമസിയാതെ ഇവർ കൂടുതൽ അടുക്കാൻ തുടങ്ങി. മായയും ആരവും കൂടുതൽ സമയം സംസാരിച്ച് അവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമായി. ഒരു ഘട്ടത്തിൽ അവർ പരസ്പരം കണ്ടുമുട്ടി. ഒരു പ്രണയമായി തന്നെ അത് വളരാൻ തുടങ്ങി. പരസ്പരം ഒരുപാട് സമയം ചിലവഴിക്കാൻ തുടങ്ങി. എന്നാൽ ഇവരുടെ ഈ ഒരു ബന്ധം അത്രത്തോളം ആഴമേറിയതായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്രത്യക്ഷിതമായ ഒരു ഇരുണ്ട വഴിത്തിരിവിലേക്ക് അത് മാറുമെന്ന് അവർ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. 2024 നവംബർ 23 എല്ലാ ദിവസത്തെയും പോലെ അന്നും ഒരു സാധാരണ ദിവസമായിരിക്കുമെന്നാണ് മായയും ചിന്തിച്ചത്. അന്നൊരു 12:30 ബാംഗ്ലൂരിലെ ഇന്ദിരാനഗറിലെ ഒരു 3 സ്റ്റാർ ഹോട്ടലിൽ രണ്ടുപേരും ചെക്ക് ഇൻ ചെയ്തു. ഈ സമയം ഹോട്ടലിലെ CCTVയിലും ആ ദൃശ്യങ്ങളെല്ലാം പതിഞ്ഞിരുന്നു. ആരവ് ഒരു വെള്ള തൊപ്പി ധരിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ മായയും നിൽക്കുന്നുണ്ട്. ഇതിനുശേഷമാണ് ഞാൻ ആ മുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ പോലീസിന് മായയുടെയും ആരവിന്റെയും ബന്ധത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലായതോടെ ബാംഗ്ലൂരിലുള്ള മായയുടെ കുടുംബത്തിനും വിവരം അറിയിച്ചു. സംഭവങ്ങളുടെ സമയക്രമം വെച്ച് നോക്കുകയാണെങ്കിൽ നവംബർ 23 രാത്രി മായ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും എന്നായിരുന്നു പോലീസ് വിശ്വസിച്ചത്. എങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി അവർ കാത്തിരുന്നു. സത്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു അവരെല്ലാവരെയും ഞെട്ടിപ്പിച്ചത്. മായയുടെ ശരീരത്തിൽ 11-12 സ്ഥലങ്ങളിൽ കുത്തേറ്റിട്ടുണ്ട്. ആഴമായ കുത്തേറ്റിട്ടുണ്ട്. അവളുടെ മുഖത്തും കഴുത്തിലും നെഞ്ചിലും വയറിലും കയ്യിലുമായി പല സ്ഥലങ്ങളിൽ കത്തികൊണ്ടുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. ഇതിൽ നെഞ്ചിലേറ്റ പരിക്കായിരുന്നു അവളുടെ മരണകാരണം. ഈ ഒരു റിപ്പോർട്ട് പോലീസിന് വിശ്വസിക്കാനേ സാധിച്ചില്ല. കാരണം CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവർ രണ്ടുപേരും വളരെ സന്തോഷത്തിലായിരുന്നു. ആ പെൺകുട്ടിയും ചിരിച്ച മുഖത്തോടുകൂടി കാണപ്പെട്ടു. ആ ഹോട്ടലിൽ എത്തുമ്പോൾ ഇവർ അത്രത്തോളം സന്തോഷത്തിലായിരുന്നു. എന്നാൽ അതിനുശേഷം അവർക്കിടയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഇത്ര ക്രൂരമായി ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത്രയേറെ പകയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാകണമല്ലോ. ആ കാരണം പോലീസിനെ കൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല. ഈ ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരവിനെ കണ്ടെത്തിയേ മതിയാകൂ. പക്ഷെ ആരവിന്റെ ഫോൺ പിന്നീട് സ്വിച്ച് ഓൺ ആയിട്ടില്ല. അവന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പോലീസിന് സാധിച്ചില്ല. ഈ സമയത്ത് ആരവിന്റെ ഫോൺ ഒരല്പസമയം ഓൺ ആവുകയും പിന്നീട് സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. വടക്കൻ കർണാടകയിലെ റായ്ചൂർ എന്ന സ്ഥലത്തായിരുന്നു അവന്റെ ലൊക്കേഷൻ കാണിച്ചത്. അതിനുശേഷം ആ ഒരു ലൊക്കേഷൻ വീണ്ടും ട്രേസ് ചെയ്യാൻ സാധിച്ചില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനായ DCP ദേവരാജ് ഒരു സംഘം രൂപീകരിച്ച് ആ ഒരു പോലീസ് സംഘത്തെ റായ്ചൂരിലേക്ക് അയച്ചു. അവന്റെ ജന്മനാട് കേരളത്തിലെ കണ്ണൂർ ആയതുകൊണ്ട് മറ്റൊരു സംഘം പോലീസ് ടീമിനെ കേരളത്തിലേക്കും അയച്ചു. ഈ 2 സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും അവൻ കാണുമെന്നായിരുന്നു പോലീസ് ചിന്തിച്ചത്. ഫോൺ വീണ്ടും സ്വിച്ച് ഓൺ ആകാനായി അവർ കാത്തിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയണ്ടേ? റായ്ചൂരിൽ നിന്ന് അവൻ മധ്യപ്രദേശിലേക്ക് പോയി. മധ്യപ്രദേശിൽ നിന്ന് ഉത്തർപ്രദേശിലേക്ക് അവൻ പോയി. അവിടെ ചില സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം വാരണാസിയിലേക്ക് പോയി. ഏകദേശം 3 ദിവസത്തിനുള്ളിൽ 3000 മുതൽ 3500 കിലോമീറ്ററോളം അവൻ സഞ്ചരിച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നു. ഒന്നുകിൽ എവിടെയെങ്കിലും ഓടിപ്പോകണം, അല്ലെങ്കിൽ കീഴടങ്ങണം. ഈ 2 ഓപ്ഷൻ മാത്രമേ അവന് മുൻപിൽ ഉണ്ടായിരുന്നുള്ളൂ. എവിടെയെങ്കിലും ഇനി ഓടി ഒളിക്കണമെന്ന് ചിന്തിച്ചാലും പോലീസ് എന്തായാലും തന്നെ പിടിക്കുമെന്നുള്ള വിശ്വാസം അവനുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു അവൻ കീഴടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും അവൻ പിടിക്കപ്പെടുമെന്ന് അറിയാമായിരുന്നു. അതിനാൽ യാത്രാമധ്യേ അവൻ വീണ്ടും കർണാടകയിലേക്ക് തന്നെ തിരികെ വരാൻ തുടങ്ങി. കർണാടകയിൽ എത്തിയ ശേഷം നവംബർ 29 അവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി.
പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങി. മായയെ കൊന്നത് താൻ തന്നെയാണെന്ന് അവൻ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ പോലീസിന് അറിയേണ്ടത് മറ്റൊരു കാര്യമായിരുന്നു, അവളെ കൊല്ലാനുണ്ടായ കാരണം. അതാണ്, എന്തിനാണ് അവളെ കൊന്നതെന്ന് ചോദിച്ചപ്പോൾ അതിനു മാത്രം അവൻ ശരിയായി മറുപടി പറഞ്ഞില്ല. അത് വ്യക്തിപരമായ കാര്യം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അക്കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇതായിരുന്നു പലവട്ടം ചോദിച്ചിട്ടും അവൻ പറഞ്ഞ മറുപടി. അതെ, ഞാൻ തന്നെയാണ് അവളെ കൊന്നത്. എന്നാൽ അതിന് പുറകിലെ കാരണം ഞാൻ പറയില്ല. അതെന്റെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്. ഇത് തന്നെയായിരുന്നു അവൻ പറഞ്ഞത്. പക്ഷേ ആ കാരണം പോലീസിന് അറിയേണ്ടത് അത്യാവശ്യമായിരുന്നു. എങ്കിൽ മാത്രമേ ഈ കേസിലെ ദുരൂഹത നീക്കം ചെയ്യാൻ സാധിക്കൂ. അതിനാൽ പോലീസ് വീണ്ടും ആരവിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ വീണ്ടും ആരംഭിച്ചു. ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട ശേഷം ഇരുവരും നമ്പർ കൈമാറി, സൗഹൃദമായി, പ്രണയമായി. എന്നാൽ മായയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ അവൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവളുടെ സൗഹൃദ വലയത്തിൽ ഒരുപാട് പുരുഷന്മാരുണ്ടായിരുന്നു. എന്നാൽ മറുവശത്ത് ആരവ് പൂർണ്ണമായും തനിച്ചായിരുന്നു. കുട്ടിക്കാലം മുതലേ അവൻ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പൊ ബാംഗ്ലൂരിൽ വന്നപ്പോഴും അവൻ ഒറ്റയ്ക്ക് തന്നെയാണ്. അവിടെയും അവന് സുഹൃത്തുക്കൾ ഒന്നുമില്ല. അതിനാൽ അവൻ ഒരു ദിവസം മായയോട് പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ വന്ന് താമസിച്ചാൽ എന്താ എന്ന്. പക്ഷേ മായ അവളുടെ സഹോദരിയുടെ കൂടെ താമസിക്കുകയായിരുന്നു. അതിനാൽ അവന്റെ ആഗ്രഹം അവൾ നിരസിച്ചു. ഇത് ആരവിന് വല്ലാത്ത ദുഃഖത്തിനും നിരാശയ്ക്കും കാരണമായി. ഒരു പക്ഷെ അവൾക്ക് പുരുഷ സുഹൃത്തുക്കൾ ഒരുപാട് ഉള്ളത് കൊണ്ടായിരിക്കുമോ തന്നെ അവൾ അവോയ്ഡ് ചെയ്യുന്നത്, ചതിക്കുന്നത് എന്ന് പോലും ആരവ് ചിന്തിക്കാൻ തുടങ്ങി. ആരവിന് മായ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഈ പുരുഷ സുഹൃത്തുക്കൾ കാരണമായിരിക്കാം അവൾ തന്നോടൊപ്പം ജീവിക്കാൻ വരാത്തത് എന്ന് പോലും അവൻ ചിന്തിച്ചു. ഇത് കാരണം ഇവർക്കിടയിൽ ഒരുപാട് വഴക്കുണ്ടാകാൻ തുടങ്ങി. ചില ദിവസങ്ങളിൽ ഇവർ പരസ്പരം സംസാരിക്കാറേയില്ല. എന്നാൽ പിന്നീട് പ്രശ്നങ്ങൾ പരിഹരിച്ച് വീണ്ടും സംസാരിക്കാൻ തുടങ്ങും. ഈ സമയം ആരവ് ചിന്തിച്ചത്, എന്തായാലും ഒരു ദിവസം തന്നെ അവൾ ഉപേക്ഷിച്ചിട്ട് പോകും. അതിനിടയിൽ ഒരു ദിവസം അവൾ തൻ്റെ കൂടെ തന്നെ കഴിയണം എന്നവൻ ചിന്തിച്ചു. അങ്ങനെ ഒരു ആഗ്രഹം അവനുണ്ടായി. അവളോടും ആ ഒരു ആവശ്യം പറഞ്ഞു. മായ ആ സമയം അത് നിഷേധിച്ചില്ല. അവനോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കാൻ അവളും സമ്മതിച്ചു. അങ്ങനെ നവംബർ മാസം 23-ന് ആ ഒരു ഹോട്ടലിലേക്ക് അവർ ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ ഇരുവരും അവർക്ക് നൽകിയ മുറിക്കുള്ളിലേക്ക് കയറിയപ്പോൾ മായ ഫോണിൽ ആരോടോ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആരോടാണ് നീ ചാറ്റ് ചെയ്യുന്നത് എന്ന് ആരവ് മായയോട് ചോദിച്ചു. ഈ ഒരു വിഷയത്തിൽ ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഈ ഒരു വഴക്ക് അത്രത്തോളം രൂക്ഷമാകാൻ തുടങ്ങി. എന്നാൽ ഇതിനൊക്കെ മുൻപ് തന്നെ അവൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത ഒരു റോപ്പ് അവന്റെ കൂടെ കൊണ്ടുവന്നിരുന്നു. ആ ഒരു കവറും പോലീസിന് പരിശോധനയിൽ ആ മുറിയിൽ നിന്നും ലഭിച്ചിരുന്നു. കൂടാതെ അവളെ കുത്തിക്കൊല്ലാനായി ഉപയോഗിച്ച കത്തിയും അതേ മുറിയിൽ നിന്നും പോലീസ് കളക്ട് ചെയ്തു. ഇതിലൂടെ പോലീസ് ചിന്തിച്ചത്, തീർച്ചയായും ആരവ് മായയെ കൊല്ലണം എന്ന് നേരത്തെ പദ്ധതി ഇട്ടിരുന്നു. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം അവൻ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഓൺലൈൻ വഴി അവൻ ദിവസങ്ങൾക്ക് മുൻപേ ആ റോപ്പ് വാങ്ങിയത് എന്നും പോലീസ് ചിന്തിച്ചു. കാമുകിയോടുള്ള സംശയം, കാമുകി തന്നെ വിട്ട് പിരിഞ്ഞു പോകും എന്നുള്ള ആ ഒരു ഭയത്തിലാണ് അവൻ അവളെ കൊന്നത് എന്ന നിഗമനത്തിലായിരുന്നു പോലീസ് എത്തിയത്. കൂടാതെ മായയെ കൊന്നതിന് ശേഷം അവൻ 2 ദിവസത്തോളം അതേ മുറിയിൽ തന്നെ താമസിച്ചു. പിന്നീട് മുറിയിൽ നിന്നും ദുർഗന്ധം വരാൻ തുടങ്ങിയപ്പോഴായിരുന്നു അവൻ പുറത്തേക്ക് പോയത്. ഒരുപക്ഷെ ദുർഗന്ധം ഹോട്ടൽ ജീവനക്കാരിലേക്ക് എത്തിയാൽ താൻ പിടിക്കപ്പെടുമെന്ന് അവൻ ഭയന്നിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ ദിവസം രാവിലെ തന്നെ അവന് ഹോട്ടൽ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയത്. എന്നാൽ അവന്റെ പക്കൽ അധികം പണമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവസാനം പോലീസിലും കീഴടങ്ങിയത്. എന്തായാലും ആരവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. അവൻ ഇതുവരെയും ശിക്ഷ ലഭിച്ചിട്ടില്ല. എന്നാൽ ആ ഹോട്ടൽ അരങ്ങേറിയ ഈ ഒരു സംഭവം ആ നഗരത്തിൽ തന്നെ വേട്ടയാടുന്ന ഒരു പേടി സ്വപ്നമായി മാറി. പക്ഷെ പോലീസിന്റെ ഊഹാപോഹങ്ങളാണ് ഇതെങ്കിലും അവൻ മായയെ കൊല്ലാനുള്ള യഥാർത്ഥ കാരണം എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവനും മായയും തമ്മിലുള്ള ആഴത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ദുരന്തത്തിലെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇതിലൂടെ മനസ്സിലാകുന്നത്, നിങ്ങളുടെ ബന്ധങ്ങളുടെ ദുർബലതയും സംഘർഷങ്ങളും പരിഹരിക്കാതെ പോകുമ്പോഴുണ്ടാകുന്ന വിനാശകരമായ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണിത്. നിങ്ങളുടെ പങ്കാളിയുമായി നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ സമയത്തിന് സംസാരിച്ച് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങളിലായിരിക്കും അത് ചെന്ന് അവസാനിക്കുക. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആരവിന് എന്ത് ശിക്ഷ നൽകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.